കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ മൊഴിയെടുത്തു. അനധികൃതമായി മെമ്പർഷിപ്പ് ചേർത്തിയതുമായി ബന്ധപ്പെട്ട് പരാതിയുള്ള നെല്ലിക്കാപ്പറമ്പ് ബ്രാഞ്ചിലെ ജീവനക്കാരുടെ മൊഴിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. കാരശ്ശേരി സഹകരണ ബാങ്കിൽ നടന്ന ക്രമക്കേടിലും സോഫ്റ്റ്വെയർ അട്ടിമറിയിലുമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടർന്നത്. കേസിന്റെ ഭാഗമായി നെല്ലിക്കാപ്പറമ്പ് ബ്രാഞ്ച് മാനേജർ, ബ്രാഞ്ചിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ എന്നിവരുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. തങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ പാസ്വേഡ് ദുരുപയോഗം ചെയ്താണ് അംഗങ്ങളെ ചേർത്തതെന്ന് നെല്ലിക്കാപ്പറമ്പ് ബ്രാഞ്ച് മാനേജർ ആദ്യം പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ സമ്മർദ്ദങ്ങളെ തുടർന്ന് ജീവനക്കാർ പിന്നീട് പരാതി പിൻവലിക്കുകയായിരുന്നു. ഇവരുടെ മൊഴിയാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ രേഖപ്പെടുത്തിയത്. ബാങ്കിലെ മറ്റ് ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനറൽ മാനേജർ, ബാങ്കിലെ ഇന്റേണൽ ഓഡിറ്റർ, IT മേധാവി, അട്ടിമറിയുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ നിർമ്മിച്ച സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവരെ അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. കാലങ്ങളായി UDF ഭരിച്ചിരുന്ന കാരശ്ശേരി ബാങ്ക് കഴിഞ്ഞ വർഷമാണ് ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൻ്റെ കീഴിലാക്കിയത്. പിരിച്ചുവിടാനായി സോഫ്റ്റ്വെയറിലടക്കം ക്രമക്കേട് നടത്തി അംഗങ്ങളെ വ്യാജമായി ചേർത്തെന്ന് UDF ആരോപിച്ചിരുന്നു. പുതിയ UDF സർക്കാർ വന്ന ശേഷം ജീവനക്കാരുടെ സംഘടനയായ കേരള കോഓപ്പറേറ്റീവ് ഫ്രണ്ടിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. വിവാദങ്ങളെ തുടർന്ന് നഷ്ടമായ നിക്ഷേപങ്ങൾ തിരിച്ചുകൊണ്ടുവരാൻ ബാങ്ക് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പ്രത്യേക നിക്ഷേപ സമാഹരണ ക്യാമ്പയിനും നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.